സംസ്ഥാന സർക്കാരിന്റെ പുതിയ ബ്രാൻഡി മിന്നൽ മാജിക് ഈ മാസം അവസാനത്തോടെ ബെഫ്കോ ഔട്ട്ലെറ്റുകളിലേക്ക്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യ ബ്രാൻഡായ മിന്നൽ മാജിക് ഈ മാസം അവസാനത്തോടെ ബെഫ്കോ ഔട്ട്ലെറ്റുകളിലെത്തും. പാലക്കാട് മേനോൻപാറയിലെ മലബാർ ഡിസ്റ്റിലറീസിലാണ് പുതിയ ബ്രാൻഡിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ബ്രാൻഡി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പുതിയ ഉൽപ്പന്നം വിപണിയിലെത്തിക്കുന്നത്. സാധാരണ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള ഈ ബ്രാൻഡ് വിപണിയിൽ വലിയ സ്വീകാര്യത നേടുമെന്നാണ് വിലയിരുത്തുന്നത്. ആദ്യഘട്ടത്തിൽ 1/2 ലിറ്റർ കുപ്പികളിലായിരിക്കും മിന്നൽ മാജിക് പുറത്തിറക്കുക. 400 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിലുള്ള മിതവില ബ്രാൻഡുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗുണമേന്മയും വിലയും തമ്മിലുള്ള സമതുലിതാവസ്ഥയാണ് സർക്കാർ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാർ ബ്രാൻഡ് എന്ന വിശ്വാസവും കുറഞ്ഞ വിലയും ഉപഭോക്താക്കളെ ആകർഷിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രതിദിനം 9000 കേസ് മദ്യം വിപണിയിലെത്തിക്കാനാണ് തീരുമാനം. ആവശ്യകത വർദ്ധിച്ചാൽ അടുത്ത ഘട്ടത്തിൽ ഇത് 13000 കേസായി ഉയർത്തും. ഒരു കേസിൽ 18 കുപ്പികളാണുള്ളത്. മേനോൻപാറ പ്ലാന്റിന് പ്രതിദിനം 13500 കേസ് വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് മലബാർ ഡിസ്റ്റിലറീസ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതിനാൽ ആവശ്യാനുസരണം ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള സൗകര്യവും നിലവിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ ബ്രാൻഡിന്റെ പേര് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുൻപ് ഏറെ ചർച്ചകൾ നടന്നിരുന്നു. പൊതുജനങ്ങളിൽ നിന്ന് പേര് ക്ഷണിച്ച മത്സരത്തിലൂടെ മലബാർ മിസ്റ്ററി എന്ന പേരാണ് ആദ്യം തിരഞ്ഞെടുത്തത്. എന്നാൽ ആ പേരിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി വന്നതോടെ സർക്കാർ അവസാന നിമിഷം പേര് മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് മിന്നൽ മാജിക് എന്ന പേര് അംഗീകരിച്ചത്. വിപണിയിൽ വേഗത്തിൽ ശ്രദ്ധ നേടാനും ഉപഭോക്താക്കൾക്കിടയിൽ എളുപ്പത്തിൽ ഓർമ്മിക്കപ്പെടാനും കഴിയുന്ന പേരാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നാണ് നിർമ്മാണ വിഭാഗം പറയുന്നത്. മദ്യനിർമ്മാണത്തിന് ആവശ്യമായ സ്പിരിറ്റ് രാജസ്ഥാനിൽ നിന്നാണ് കരാർ അടിസ്ഥാനത്തിൽ എത്തിക്കുന്നത്. മലമ്പുഴയിലെ പ്ലാന്റിൽ നിന്നുള്ള ശുദ്ധജലം ഉപയോഗിച്ചാണ് മദ്യത്തിന്റെ നിർമ്മാണം. ഉൽപാദന പ്രക്രിയ പൂർണ്ണമായും ആധുനിക സംവിധാനങ്ങളോടെയാണ് നടക്കുന്നതെന്നും ഗുണനിലവാര പരിശോധനയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാണെന്നും അധികൃതർ അറിയിക്കുന്നു. സംസ്ഥാനത്ത് വിദേശ മദ്യ വിപണിയിൽ സ്വകാര്യ ബ്രാൻഡുകൾക്കിടയിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ബ്രാൻഡിന് സ്ഥാനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യവും ഈ പദ്ധതിക്ക് പിന്നിലുണ്ട്. പ്രീമിയം ബ്രാൻഡുകൾക്കൊപ്പം സാധാരണക്കാരെയും ലക്ഷ്യമിട്ടുള്ള മിതവില ബ്രാൻഡി വിപണിയിലെത്തുന്നതോടെ ബെഫ്കോയുടെ വരുമാനത്തിൽ വലിയ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ മദ്യവിൽപ്പന സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ സാഹചര്യത്തിൽ പുതിയ ബ്രാൻഡിന്റെ വിജയം സർക്കാരിന് സാമ്പത്തികമായി ഗുണകരമാകുമെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. സാധാരണ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പാക്കിങ്ങും വിപണന രീതികളും സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബെഫ്കോ ഔട്ട്ലെറ്റുകളിലൂടെയാകും ആദ്യഘട്ട വിതരണം നടക്കുക. ആവശ്യകതയും വിപണി പ്രതികരണവും വിലയിരുത്തിയ ശേഷം സംസ്ഥാനത്തുടനീളം വിതരണം വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട്. പുതിയ ബ്രാൻഡി വിപണിയിലെത്തുന്നതോടെ മിതവില മദ്യവിപണിയിൽ കടുത്ത മത്സരം രൂപപ്പെടാനാണ് സാധ്യത. സ്വകാര്യ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കെതിരെ സർക്കാർ ബ്രാൻഡ് എത്രത്തോളം മുന്നേറ്റം നടത്തുമെന്നതും ശ്രദ്ധേയമാകും. അതേസമയം സർക്കാർ തന്നെ പുതിയ മദ്യ ബ്രാൻഡ് പുറത്തിറക്കുന്നതിനെതിരെ സാമൂഹിക തലത്തിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് മദ്യ ഉപയോഗം കുറയ്ക്കണമെന്ന് വിവിധ മേഖലകളിൽ നിന്ന് ആവശ്യം ഉയരുന്നതിനിടെയാണ് പുതിയ ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.